ലേവ്യർ 25-ാം അധ്യായം. കർത്താവ് സീനായി മലയിൽ വെച്ച് മോശയോട് വചിച്ചു, ഇസ്രായേല്യരോട് നീ പ്രഖ്യാപിച്ചു പറയണം, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവിന് ഒരു സാബത്തായി ആ ദേശം വിശ്രമിക്കണം. 6 വർഷം നിനക്ക് നിന്റെ നിലം വിതയ്ക്കുകയും 6 വർഷം മുന്തിരി വെട്ടിയൊരുക്കുകയും അതിൻ്റെ വിള ശേഖരിക്കുകയും ചെയ്യാം. എന്നാൽ 7-ാം വർഷം ദേശത്തിന് പാവന വിശ്രമത്തിൻ്റെ സാബത്തായിരിക്കണം, കർത്താവിനുള്ള സാബത്ത്. നീ നിന്റെ നിലം വിതയ്ക്കരുത്, മുന്തിരി വെട്ടിയൊരുക്കുകയുമരുത്. നിന്റെ കൊയ്ത്തിൻ്റെ പിൻവിള നീ കൊയ്യരുത്, വെട്ടിയൊരുക്കാത്ത മുന്തിരിയുടെ ഫലങ്ങൾ നീ പറിക്കുകയുമരുത്. കാരണം അത് ദേശത്തിന് പാവന വിശ്രമവർഷമാണ്. ദേശത്തിൻ്റെ സാബത്ത് നിങ്ങൾക്ക് ഭക്ഷണത്തിനുള്ളതായിരിക്കും. നിനക്കും നിന്റെ ദാസനും ദാസിക്കും പ്രവാസികളായി നിന്നോടുകൂടെയുള്ള നിന്റെ കൂലിക്കാരനും കുടികിടപ്പുകാരനും നിന്റെ കന്നുകാലികൾക്കും നിന്റെ ദേശത്തെ ജന്തുഗണത്തിനും അതിൻ്റെ മുഴുവൻ വിളയും ഭക്ഷിക്കാനുള്ളതായിരിക്കും. നിനക്കായി വർഷങ്ങളുടെ 7 സാബത്തുകൾ, അതായത് 7 പ്രാവശ്യം 7 വർഷങ്ങൾ നീ എണ്ണണം. വർഷങ്ങളുടെ 7 സാബത്തുകളുടെ ദൈർഘ്യം നിനക്ക് 49 വർഷങ്ങളായിരിക്കും. 7-ാം മാസം 10-ാം തീയതി നീ ആമോദകാഹളം മുഴക്കണം. പരിഹാരകർമ്മങ്ങളുടെ ദിനം നിങ്ങളുടെ ദേശമെമ്പാടും നിങ്ങൾ കാഹളം മുഴക്കണം. 50-ാം ആണ്ടിൻ്റെ കാലയളവ് നിങ്ങൾ വിശുദ്ധീകരിക്കണം. ദേശത്തിൽ അതിൻ്റെ നിവാസികൾക്കെല്ലാം നിങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങൾക്ക് ജൂബിലി ആയിരിക്കും. നിങ്ങൾ ഓരോരുത്തനും അവനവൻ്റെ അവകാശത്തിലേക്ക് തിരിച്ചെത്തണം. ഓരോരുത്തനും അവനവൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകണം. 50-ാം ആണ്ടിൻ്റെ കാലയളവ് നിങ്ങൾക്ക് ജൂബിലി ആയിരിക്കണം. വിതയ്ക്കരുത്, അതിൻ്റെ പിൻവിള കൊയ്യരുത്, വെട്ടിയൊരുക്കാത്തവ നിങ്ങൾ മുറിച്ചെടുക്കുകയുമരുത്. എന്തെന്നാൽ അത് ജൂബിലിയാണ്, നിങ്ങൾക്ക് വിശുദ്ധമായതാണ്. വയലിൽ നിന്നുള്ള വിള നിങ്ങൾക്ക് ഭക്ഷിക്കാം. ജൂബിലിയുടെ ഈ വർഷത്തിൽ നിങ്ങൾ ഓരോരുത്തനും അവനവൻ്റെ അവകാശത്തിലേക്ക് തിരികെ പോകണം. അയൽക്കാരന് നിങ്ങൾ വിക്രയവസ്തു കൊടുക്കുമ്പോഴും അയൽക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോഴും നിങ്ങളാരും തൻ്റെ സഹോദരനെ ഞെരുക്കരുത്. ജൂബിലിക്ക് ശേഷമുള്ള വർഷങ്ങളുടെ എണ്ണമനുസരിച്ച് അയൽക്കാരനിൽ നിന്ന് നീ വാങ്ങാവൂ. വിളവർഷങ്ങളുടെ എണ്ണമനുസരിച്ചായിരിക്കണം അവൻ നിനക്ക് വിൽക്കേണ്ടത്. വർഷങ്ങളുടെ വർധനയനുസരിച്ച് അതിൻ്റെ വില നീ വർദ്ധിപ്പിക്കണം. വർഷങ്ങളുടെ കുറവനുസരിച്ച് അതിൻ്റെ വില നീ കുറയ്ക്കണം. എന്തെന്നാൽ വിളകളുടെ എണ്ണമാണ് അവൻ നിനക്ക് വിൽക്കുന്നത്. നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. നീ ദൈവത്തെ പ്രതി ഭയപ്പെടണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ എൻ്റെ ചട്ടങ്ങൾ അനുവർത്തിക്കണം, എൻ്റെ ന്യായവിധികൾ പാലിക്കണം. നിങ്ങൾ അവ പ്രാവർത്തികമാക്കണം. എങ്കിൽ ദേശത്ത് നിങ്ങൾ സുരക്ഷിതരായി വസിക്കും. ദേശം അതിൻ്റെ ഫലം നൽകുകയും നിങ്ങൾ തൃപ്തിയാവോളം ഭക്ഷിച്ച് സുരക്ഷിതമായി അതിൽ വസിക്കുകയും ചെയ്യും. ഇതാ, ഞങ്ങൾ വിതയ്ക്കുന്നില്ല, ഞങ്ങളുടെ വിള ശേഖരിക്കുന്നുമില്ല. 7-ാം വർഷം ഞങ്ങൾ എന്തു ഭക്ഷിക്കും എന്ന് നിങ്ങൾ തീർച്ചയായും ചോദിക്കും. 6-ാം വർഷത്തിൽ എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. 3 വർഷത്തേക്കുള്ള വിള അത് ഉൽപ്പാദിപ്പിക്കും. 8-ാം വർഷം നിങ്ങൾ വിതയ്ക്കുമ്പോൾ നിങ്ങൾ വിളശേഖരത്തിൽ നിന്ന് ഭക്ഷിച്ചുകൊണ്ടിരിക്കും. 9-ാം വർഷം വരെ, അതായത് അതിൻ്റെ വിള വരുന്നതുവരെ നിങ്ങൾ മുൻകാല വിള ഭക്ഷിക്കും. ഭൂമി എന്നേക്കുമായി വിൽക്കപ്പെടരുത്, എന്തെന്നാൽ ഭൂമി എൻ്റേതാണ്. നിങ്ങളോ എൻ്റെ അടുക്കൽ പ്രവാസികളും കുടികിടപ്പുകാരും. നിങ്ങളുടെ അവകാശമായ ദേശത്തെവിടെയും ഭൂമിക്ക് നിങ്ങൾ വീണ്ടെടുപ്പ് നൽകണം. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തൻ്റെ അവകാശത്തിൽ ഒരു ഭാഗം വിൽക്കേണ്ടി വന്നാൽ അവൻ്റെ വീണ്ടെടുപ്പുകാരൻ അവനെ സമീപിച്ച് തൻ്റെ സഹോദരൻ്റെ വിറ്റ വസ്തു വീണ്ടെടുക്കണം. എന്നാൽ ഒരുവന് വീണ്ടെടുപ്പുകാരനായി ആരുമില്ലാതിരിക്കുകയും പിന്നീട് അവന് വിഭവശേഷി ഉണ്ടാകുകയും വീണ്ടെടുപ്പിനുള്ള പ്രാപ്തി നേടുകയും ചെയ്താൽ അത് വിറ്റത് മുതലുള്ള വർഷങ്ങൾ അവൻ കണക്കാക്കി അത് ആർക്കു വിറ്റുവോ അവന് അധിക തുക തിരികെ കൊടുത്ത് അവൻ തൻ്റെ അവകാശത്തിലേക്ക് മടങ്ങണം. എന്നാൽ അവന് തിരിച്ചെടുക്കാൻ ആവശ്യമായത് അവൻ്റെ കയ്യിലൊതുങ്ങുന്നതല്ലെങ്കിൽ വിറ്റ വസ്തു ജൂബിലി വർഷം വരെ അത് വാങ്ങിയവൻ്റെ കൈവശമായിരിക്കട്ടെ. എന്നാൽ ജൂബിലി വേളയിൽ അവൻ പുറപ്പെട്ട് തൻ്റെ അവകാശത്തിലേക്ക് മടങ്ങണം. മതിലുള്ള പട്ടണത്തിലെ വാസഭവനം ഒരാൾ വിറ്റാൽ വിൽപ്പനയുടെ 1 വർഷം പൂർത്തിയാകുന്നതുവരെ അതിൻ്റെ വീണ്ടെടുപ്പാകാം. ഇതായിരിക്കും അതിൻ്റെ വീണ്ടെടുപ്പ് കാലാവധി. ഒരു പൂർണ്ണവർഷം തികയുന്നതിനുള്ളിൽ അവനു വേണ്ടി അത് വീണ്ടെടുക്കപ്പെടുന്നില്ലെങ്കിൽ മതിലുള്ള പട്ടണത്തിലെ വീട് അത് വാങ്ങിയവന് അവൻ്റെ തലമുറകളിലൂടെ എന്നേക്കുമായി നിലകൊള്ളും. ജൂബിലി വർഷത്തിൽ അവൻ ഒഴിയേണ്ടതില്ല.
എന്നാൽ ചുറ്റും മതിലില്ലാത്ത പുരയിടങ്ങളിലെ വീടുകൾ ദേശത്തെ നിലം പോലെ കണക്കാക്കപ്പെടും. അതിന് വീണ്ടെടുപ്പവകാശമുണ്ട്. ജൂബിലി വേളയിൽ അവൻ ഒഴിഞ്ഞു പോകണം. ലേവായരുടെ പട്ടണങ്ങളുടെ കാര്യത്തിൽ, അതായത് അവരുടെ അവകാശമായ പട്ടണഭവനങ്ങളുടെ കാര്യത്തിൽ ശാശ്വതമായ വീണ്ടെടുപ്പവകാശം ലേവായർക്കുണ്ട്. ലേവായരിൽ നിന്ന് വീണ്ടെടുക്കുന്നവൻ വിക്രയഭവനവും തൻ്റെ അവകാശമായ പട്ടണവും ജൂബിലി വേളയിൽ ഒഴിഞ്ഞു പോകണം. കാരണം ലേവായരുടെ പട്ടണഭവനങ്ങൾ അവർക്ക് ഇസ്രായേല്യരുടെ ഇടയിലുള്ള അവകാശമാണ്. അവരുടെ പട്ടണങ്ങളുടെ മേച്ചിൽ വയലുകൾ വിൽക്കപ്പെടരുത്, എന്തെന്നാൽ അത് അവരുടെ ശാശ്വതാവകാശമാണ്. നിന്നോടൊപ്പമുള്ള നിന്റെ സഹോദരൻ ദരിദ്രനാവുകയും അവൻ്റെ കരം ദുർബലമാവുകയും ചെയ്യുകയാണെങ്കിൽ നീ അവനെ ബലപ്പെടുത്തണം. ഒരു പ്രവാസിയോ കുടികിടപ്പുകാരനോ ആയി അവൻ നിന്നോടൊപ്പം ജീവിക്കട്ടെ. നീ അവനിൽ നിന്ന് പലിശയോ അമിതലാഭമോ ഈടാക്കരുത്. നിന്റെ ദൈവത്തെ പ്രതി ഭയപ്പെടുക. നിന്റെ സഹോദരൻ നിന്നോടൊപ്പം ജീവിക്കട്ടെ. നിന്റെ പണം അവനു നീ പലിശയ്ക്ക് കൊടുക്കരുത്. നിന്റെ ഭക്ഷ്യം അമിതലാഭത്തിന് നൽകുകയുമരുത്. നിങ്ങൾക്ക് ദൈവമായി തീരാൻ, നിങ്ങൾക്ക് കാനാൻ ദേശം നൽകാൻ, ഈജിപ്ത് ദേശത്ത് നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിന്നോടൊപ്പമുള്ള നിന്റെ സഹോദരൻ ദരിദ്രനാവുകയും അവൻ തന്നെ നിനക്ക് വിൽക്കുകയും ചെയ്യുന്നെങ്കിൽ അവനെക്കൊണ്ട് ദാസവേല ചെയ്യിക്കരുത്. അവൻ ഒരു കൂലിക്കാരനെ പോലെയോ കുടികിടപ്പുകാരനെ പോലെയോ നിന്നോടൊത്തായിരിക്കട്ടെ. ജൂബിലി വർഷം വരെ അവൻ നിന്നോടൊപ്പം ജോലി ചെയ്യട്ടെ. അനന്തരം അവനും അവനോടൊപ്പം അവൻ്റെ മക്കളും നിന്റെ പക്കൽ നിന്ന് പുറപ്പെടട്ടെ. അവൻ തൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകണം, തൻ്റെ പിതാക്കന്മാരുടെ അവകാശത്തിലേക്ക് മടങ്ങണം. എന്തെന്നാൽ അവർ എൻ്റെ ദാസരാണ്, ഈജിപ്ത് ദേശത്ത് നിന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നവർ. അടിമച്ചരക്കായി അവർ വിൽക്കപ്പെടരുത്. നീ അവനുമേൽ ക്രൂരതയോടെ ആധിപത്യം പുലർത്തരുത്. നിന്റെ ദൈവത്തെ പ്രതി ഭയപ്പെടുക. നിങ്ങൾക്ക് ചുറ്റുമുള്ള ജനതകളിൽ നിന്നായിരിക്കണം നിനക്കുള്ള ദാസനും ദാസിയും. അവരിൽ നിന്ന് നിങ്ങൾ ദാസനെയും ദാസിയെയും വാങ്ങണം. കൂടാതെ പ്രവാസികളായി നിങ്ങളോടൊപ്പമുള്ള കുടികിടപ്പുകാരുടെ മക്കളിൽ നിന്നും നിങ്ങളുടെ നാട്ടിൽ അവർ ജന്മം കൊടുത്ത നിങ്ങളോടൊപ്പമുള്ള അവരുടെ കുടുംബങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം. അവർ നിങ്ങൾക്ക് അവകാശമായി തീരും. നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ശാശ്വതാവകാശമായി നേടേണ്ടതിന് നിങ്ങൾക്ക് അവരെ സ്വന്തമാക്കാം. അവരെക്കൊണ്ട് നിങ്ങൾ ദാസവേല ചെയ്യിച്ചുകൊള്ളുക. എന്നാൽ ഇസ്രായേല്യരായ നിങ്ങളുടെ സഹോദരരെ സംബന്ധിച്ചാകട്ടെ, ഒരുവൻ തൻ്റെ സഹോദരൻ്റെ മേൽ ക്രൂരതയോടെ ആധിപത്യം പുലർത്തരുത്. പ്രവാസിയും കുടികിടപ്പുകാരനുമായി നിന്നോടൊപ്പമുള്ളവന് വിഭവശേഷി ഉണ്ടാകുകയും എന്നാൽ അവനോടൊപ്പമുള്ള നിന്റെ സഹോദരൻ ദരിദ്രനാവുകയും ചെയ്തിട്ട് നിന്നോടൊത്തുള്ള കുടികിടപ്പുകാരനായ പ്രവാസിക്കോ പ്രവാസി കുടുംബത്തിലെ ഒരംഗത്തിനോ തന്നെ വിൽക്കാനിടയായാൽ സ്വയം വിറ്റ ശേഷം അവന് വീണ്ടെടുപ്പുണ്ടാകണം. അവൻ്റെ സഹോദരന്മാരിൽ ഒരുവൻ അവനെ വീണ്ടെടുക്കണം. അല്ലെങ്കിൽ അവൻ്റെ പിതൃവ്യനോ പിതൃവ്യപുത്രനോ അവനെ വീണ്ടെടുക്കണം. അതല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ നിന്നുള്ള അടുത്ത ചാർച്ചക്കാരൻ അവനെ വീണ്ടെടുക്കണം. അതുമല്ലെങ്കിൽ വിഭവശേഷി ഉണ്ടാകുമ്പോൾ അവന് സ്വയം വീണ്ടെടുക്കാം. തന്നെ വാങ്ങിയവന് സ്വയം വിറ്റ വർഷം മുതൽ ജൂബിലി വത്സരം വരെയുള്ള കാലം അവൻ അയാളുമായി കണക്കുകൂട്ടണം. വർഷങ്ങളുടെ എണ്ണമനുസരിച്ചായിരിക്കും അയാളോടുകൂടെ കൂലിക്കാരനായിരുന്ന ദിവസങ്ങൾക്കനുസരിച്ചായിരിക്കും അവൻ്റെ വീണ്ടെടുപ്പ് മൂല്യം. വർഷങ്ങൾ ഇനിയും ഏറെയുണ്ടെങ്കിൽ അവയ്ക്കനുസൃതമായ തൻ്റെ വീണ്ടെടുപ്പ് തുക വിൽപ്പന വിലയിൽ നിന്ന് അവൻ തിരികെ കൊടുക്കണം. ജൂബിലി വർഷം വരെയുള്ള കാലയളവിൽ കുറച്ചേ അവശേഷിച്ചിട്ടുള്ളൂവെങ്കിൽ കണക്കുകൂട്ടുന്നത് അവന് അനുകൂലമായിരിക്കണം. അവൻ്റെ വർഷങ്ങൾക്കനുസരിച്ച് അവൻ്റെ വീണ്ടെടുപ്പ് തുക മടക്കിക്കൊടുക്കണം. വർഷാവർഷമുള്ള കൂലിക്കാരനെ പോലെ അവൻ അയാളോടൊപ്പമായിരിക്കട്ടെ. നിന്റെ കൺമുമ്പാകെ അയാൾ അവനോട് ക്രൂരതയോടെ ആധിപത്യം പുലർത്തരുത്. ഇവ കൊണ്ടൊന്നും അവൻ വീണ്ടെടുക്കപ്പെടുന്നില്ലെങ്കിൽ ജൂബിലി വത്സരത്തിൽ അവൻ അവനോടൊപ്പം മക്കളും വിട്ടുപോയിക്കൊള്ളട്ടെ. ഈജിപ്ത് ദേശത്ത് നിന്ന് ഞാൻ പുറത്തു കൊണ്ടുവന്ന ഇസ്രായേല്യർ എൻ്റെ ദാസരാണ്. അതെ, അവർ എനിക്ക് ദാസരാണ്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്.